ഹായ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇന്നൊരാഗ്രഹം ഗൈസ്, നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും എന്തു പറയും. അപ്പം കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആഗ്രഹം അങ്ങനെ മൂത്ത് തലയിൽ വരെ എത്തി. പിന്നെ ആഗ്രഹം തോന്നിയാൽ പിന്നെ അതങ്ങ് ചെയ്യണമെന്നാണ്. നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പം നമുക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. അമ്മയും വിളിച്ചുകൊണ്ട് പോകാം. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എന്തായാലും ഇന്ന് നടക്കൂല ഗൈസ്, 7:30. നമുക്ക് നാളെ രാവിലെ എൻ്റെ കുറച്ച് കുക്കിംഗ് സ്കിൽസൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് അമ്മേനെയും കൊണ്ടുപോകാം. അമ്മ അത് നാളെ കപ്പ ബിരിയാണി വെച്ച് എന്തൊക്കെ വേണമെന്നെങ്കിലും അറിയോ? നമുക്ക് പോയി സാധനം മേടിക്കാം. സോമി ബൈ. പോയി സാധനം വാങ്ങിച്ചോണ്ട് വരാം. നമ്മൾ മാരകമായ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ നടക്കുന്നു. ഇപ്പൊ ബീഫൊക്കെ മേടിച്ചു. അമ്മ വെയിറ്റിംഗ് ഗൈസ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി കയറി വീട്ടിൽ പോവാം. തിരിച്ചോണ്ട് വരാം. എന്താണ് പറയാനുള്ളത്? നമ്മള് സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഞാൻ എൻ്റെ റൂമിൽ വന്ന് ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ നാളെ കപ്പ ബിരിയാണി ബ്ലോഗുമായിട്ട് ഞാനും എൻ്റെ അമ്മയും വരുന്നതാണ്. എന്തായാലും ഈ വ്ലോഗ് നാളെ വരെ പോകും, നോക്കാം. ഓക്കെ, ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. നാളെ മോർണിംഗ് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ പ്ലാൻ അനുസരിച്ച് പോയി കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഏത് രാവിലെയായി, അമ്മയെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പോവാം. കുരു വന്നു ഗൈസ്. ഗൈസ് അപ്പോൾ അമ്മ ഒരുങ്ങാൻ, എന്ത് വെയിലില്ലേ, അമ്മ ഒരുങ്ങാൻ പോയിരിക്കുന്നേ ഉള്ളൂ. നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്, വെയിറ്റിംഗ്. നമ്മൾ ഒരുങ്ങി വന്നിട്ട് നമുക്ക് പണി തുടങ്ങാം. ഇവിടെ മാങ്ങയൊക്കെ വെയിലത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മ കപ്പ ബിരിയാണി ഉണ്ടായി തരുമോ? ബീഫ് റെഡിയായി കൊണ്ടിരിക്കുന്നു. തുടങ്ങാം. ഞാൻ കഴുകാം. ഇപ്പൊ ബീഫ് കഴുകാം. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. നമ്മൾ ഭയങ്കര ഓർഗാനിക് ആയതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ പോയി പറിച്ചുകൊണ്ട് വരിക. ഞാൻ കറിവേപ്പില എടുക്കാൻ പോട്ടെ. വൈകിട്ട് വരെയൊക്കെ നിന്ന് പണിയെടുക്കുന്ന അമ്മമാരെ സമ്മതിച്ച്. ഇത്രയും നേരം നിന്നപ്പോൾ തന്നെ ഞാൻ ചത്ത്. അപ്പം ഞാനവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് കുക്കറി കയറ്റി ഒരു 6 വിസിലടിക്കാം.
ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവോ കിടിലാവോ നമുക്ക് നോക്കാം. ക്ഷീണിച്ച് അപ്പം നമ്മൾ ബീഫെല്ലാം കഴുകി മസാലയൊക്കെ പുരട്ടി കുക്കറിൽ കയറ്റി വെച്ചു. പിന്നെ അതൊരു 6 വിസിലടിക്കണ വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. The unbearable hours later. നമ്മളവിടെ സാധനമൊക്കെ ഉണ്ടാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫോണിൻ്റെ ചാർജ് തീർന്നു, അതാണ് ഇന്ന് വന്നത്. അപ്പം നമുക്കിനി കഴിക്കാം. ഒരു പറ്റി എല്ലാ വീട്ടിലിരുന്ന് കഴിക്കണ വീഡിയോ ഞാൻ എടുത്ത് പക്ഷെ റെക്കോർഡ് പെട്ടെന്നാക്കാൻ മറന്നുപോയി. എന്തായാലും കൊള്ളായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരണേല്ല, ഭയങ്കര രസമായിരുന്നു കഴിക്കാൻ. എല്ലാവരും റിവ്യൂ ഒക്കെ എടുത്തിരുന്ന എല്ലാം പോയി. ശരി, നാളെ നല്ലൊരു ഇതായിട്ട് നല്ലൊരു കണ്ണൻ്റെ കിട്ടുവാണേ അതുമായിട്ട് വരാം.